സംഗീത സാന്ദ്രമായ ടോപ്പ് സിംഗറിന്റെ സംഗീത ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടിപ്പാട്ടുകാരുടെ ചിരിയും കളിയും എല്ലാം അടങ്ങുന്ന ഒരു മനോഹരമായ എപ്പിസോഡിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ എല്ലാം സ്വന്തം മീനൂട്ടിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മീനൂട്ടി, സുഖമായിരിക്കുന്നോ? നമ്മൾ ഓരോ ഷൂട്ടിങ്ങിന് ഇങ്ങനെ വരുമ്പോഴും ഓരോ കഥകൾ ഞാൻ അറിയും. മീനൂട്ടി എടുത്ത് ചോദിക്കും, മീനൂട്ടി റിജക്ട് ചെയ്യും. അതായത് ഞാൻ അങ്ങനെ നടന്നിട്ടേ ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറയും. പക്ഷെ ഇന്ന് എനിക്കറിഞ്ഞൂടെ, ഇന്നത്തെ ചർച്ചാ വിഷയം മുടി. അതായത് മീനൂട്ടി ഒരു അഡ്വർടൈസ്മെന്റിൽ നിൽക്കുന്നു. കാരണം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം 2-3 അഡ്വർടൈസ്മെന്റ് ഉണ്ട്. അപ്പൊ ഒരു അഡ്വർടൈസ്മെന്റ് നിൽക്കുന്നു, അതിനകത്ത് അലോവേരയുടെ ഇത് എന്തോ എടുത്തിട്ട് ചെടിയുണ്ട്, അതെടുത്ത് ചുരണ്ടി ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എന്നിട്ട് തലയിൽ തേച്ചിട്ട് പറയുന്നു, ഇതാ ഉള്ളുള്ള മുടി, അങ്ങനല്ലേ, ഉള്ളുള്ള മുടി വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്തു. ഇതെല്ലാം കാണിച്ചിട്ട് അവിടെ നിന്ന് 2-3 ലക്ഷം രൂപ വാങ്ങിച്ചു. പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ട്, ഒരു മീനൂട്ടിയുടെ അത്രയും പ്രായമുള്ള ഒരു കുട്ടി ഒരു മുടി എന്തേ കാണിച്ച് ഇതുപോലത്തെ ഒരു മുടി ഇങ്ങനെ ഇങ്ങോട്ട് വയ്ക്കുന്നു, 2 മുടിയും കൂടെ പകത്തിട്ടിട്ട് വലിയ വടമിട്ട് രണ്ട് സൈഡിൽ കൂടെ മുടി ഇങ്ങനെ പിന്നി കെട്ടിയിട്ട് അതിൽ വടവിട്ടിട്ട് അത് വലിയൊരു ലോറി 2 സൈഡിൽ കെട്ടി നിറച്ച ആളല്ല ലോറിയില് അതിങ്ങനെ പുറകോട്ട് ഇങ്ങനെ വലിക്കുന്നു. ലോറി വലിച്ചോണ്ട് നടക്കുന്ന ഭയങ്കര നിറച്ച ആളാ അതിൽ നിറച്ച്. അതെന്തോ ഗിന്നസ് ചെയ്യുന്നു. അപ്പൊ ഞാനത് മീനൂട്ടിക്ക് അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഇത് ചെയ്തൂടെ എന്ന് ചോദിച്ചു. മീനൂട്ടി പറഞ്ഞു, ഇതൊക്കെ എനിക്ക് ഞാൻ എന്തും ചെയ്യുന്നതാണ്, വീട്ടിൽ കൂടെ ലോറിയൊക്കെ തള്ളിക്കൊണ്ട് നടക്കുന്നത്. അപ്പൊ എനിക്ക് വിഷമമില്ല. ഒരു കുഴപ്പമുണ്ട്, എന്തോ പരസ്യങ്ങളൊക്കെ സത്യസന്ധ അല്ലെങ്കിലേ അതിലെന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ കേസ് കൊടുക്കും. അതെന്താ സംഭവം? വേറൊന്നുമല്ല, അവസാനം നമ്മൾ പാല വഴി പോകുമ്പോ അതെ ആൾക്കാര് ലോറി നിർത്തിയിട്ട് മീനൂട്ടി അതൊന്നല്ല. നമുക്ക് ഇപ്പൊ എന്തെങ്കിലും പ്രൊഡക്റ്റ് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ ട്രൈ ചെയ്താലോ, അല്ലെങ്കിൽ നമുക്കിപ്പോ എന്തെങ്കിലും ബ്രാൻഡ്സ് വന്ന് കൊളാബറേറ്റ് ചെയ്യാൻ എത്തുന്നുണ്ടെങ്കിലോ, നമ്മളത് ഇത്ര നാള് ഡെമോ ചെയ്യും എന്നിട്ട് പറയത്തുള്ളൂ. അല്ലാണ്ട് ഇത് പരീക്ഷിച്ചിട്ടേ പറയുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് സൂപ്പർ നേരത്തെ പറഞ്ഞ സത്യമല്ലേ, അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് ഇതുപോലെ പൈസ വാങ്ങിക്കുന്നോ കൊള്ളാം, പക്ഷെ സൂക്ഷിച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കില് വെളുക്കാൻ തേച്ചത് പാണ്ടാവും. അതുകൊണ്ട് ഇത് ഈ പരിപാടി നിർത്തുക എന്നാ ഞാൻ പറഞ്ഞു. മീനൂട്ടിക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നല്ല ആങ്കറാണ്, നല്ല ആങ്കറിങ് ചെയ്യുക, നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല കുട്ടിയായിട്ട് മുമ്പോട്ട് പോവുക. ഇപ്പൊ ചീത്തയെന്നല്ല പറഞ്ഞു. അയ്യോ സൂപ്പറാണ് മീനൂട്ടി. ഒത്തിരി സന്തോഷത്തിന്റെ കാര്യം, കുറച്ച് നാൾക്ക് ശേഷമാണ് മീനൂട്ടി കാണുന്നത്. നല്ല വിശേഷം. അപ്പൊ ഇങ്ങനെ പരസ്യങ്ങളിലൊക്കെ വരാൻ തുടങ്ങി നിൽക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ മധുജി ഒരു ഗ്രാൻഡ് ഡാൻസ് ഒക്കെ ചെയ്തു എന്നുള്ളത് കേട്ടു. മധുങ്കളോ? മ്യൂസിക്കൽ വൈഫ് ഡാൻസ് ചെയ്തു. മധുങ്കള് എന്നെ ഡാൻസ് ചെയ്യിപ്പിച്ചു. എന്റെ ദൈവമേ, ഡാൻസ് ചെയ്യിപ്പിച്ചു. കൂടാതെ ഭരതനാട്യം ക്ലാസ് ആരംഭിച്ചു. എന്നെ പഠിപ്പിച്ചത് വന്നൊന്ന് കാണിച്ചായിരുന്നു ഇന്ന് ഉറപ്പായിട്ടും. അയ്യോ അതെ, എനിക്കും ആഗ്രഹമുണ്ട്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇപ്പം കാത്തിരിക്കും. ഭരതനാട്യം പഠിച്ചിട്ടില്ല, കുച്ചിപ്പുടി ഞാൻ പഠിച്ചിട്ടില്ല, മോഹിനിയാട്ടവും പഠിച്ചിട്ടില്ല. എന്താ ക്ലാസ് ആരംഭിച്ചത് തുടങ്ങിയിട്ടുള്ളൂ, ജസ്റ്റ് എന്ന ആരംഭം മാത്രം മതി. എന്തായാലും തുടക്കം കാണാൻ ആൾക്കാർക്ക് ഒരു ആഗ്രഹമുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മൾ ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് മുഴുവൻ കാണണം. മധുവിന്റെ അരമണ്ടൻ. മധുരരാഗം കൊണ്ട് സ്നേഹ വസന്തം പകർന്ന കുഞ്ഞു പാട്ടുകാരുടെ വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. പാട്ടുകൂട്ടിലേക്ക് നമ്മുടെ ജഡ്ജസിന് വെൽക്കം ചെയ്യാം. വെൽക്കം ജഡ്ജസ്. സ്വപ്ന സംഗീത വേദിയിൽ പാട്ട് ചന്തം വിരിയിച്ച നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റ ലക്ഷ്യക്കുട്ടി എത്തുന്നു. വെൽക്കം ലച്ചു ഓൺ സ്റ്റേജ്. പല്ലൊന്നും വന്നില്ലേ? എന്താ സൗന്ദര്യം! ആ ഡ്രസ്സ് നോക്ക് മീനുട്ടി, 3 അടുക്ക് ഡ്രസ്സ്. അതെ, ഈ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ മേഘം കാണത്തില്ല, എന്തൊരു ഭംഗി.
ഇപ്പൊ പല്ല് മൊത്തം പോയി, ഇനി ഒരെണ്ണം കൂടെ പോകണ്ടല്ലേ? ഇളകുന്നുണ്ട്. ഒരെണ്ണം ഉണ്ട്. അയ്യോ അതിങ്ങിരിക്കുന്നേ. അതുണ്ട്. ഞാന് അവിടെ നിന്നപ്പോണ്ട് ആ ലിനോങ്കിള് പറയ്ക്കണം ലിനോങ്കിൾ ഇതന്നെ ജോലി പിള്ളേരുടെ. അലക്കിപ്പിക്കാണോ? ഇപ്പൊ അത് പോരുവോ പാടുമ്പോ? അടിക്കൂടെ വരുന്നുണ്ട് ഇതിന്റെ. ആണോ? അതിന്റെ അടി കൂടെ വേറെ പല്ല് വരുന്നുണ്ട്. ഓ അത് ശരി. എന്നാ വേഗം പറിച്ചു കളയണം, അല്ലെങ്കിൽ അത് രണ്ടും കൂടി അല്ല ഇനി പല്ലൊന്നും വരത്തില്ല. ആണോ? തോന്നല ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പല്ല് വരില്ല. ആണോ? ഇനി വരത്തില്ല. ഇനിയിപ്പോ ഇതുപോലെ തന്നെ. ഒന്ന് സോറി ഒന്നാ അടുത്ത ഏഴാ. അത് ഓക്കെയാണോ? 7 വയസ്സ്. അയ്യോ 7 വയസ്സോ? 6 വയസ്സ് കഴിഞ്ഞാൽ കട്ട് ഓഫ് ആയി പോയി, കാര്യം കഴിഞ്ഞു. 6 വയസ്സിന് താഴോട്ടാന്ന് തോന്നുന്നല്ലേ? 12 കഴിഞ്ഞ് നോക്കിയാൽ മതി ചിലപ്പോ. ഒരു 7ാം ക്ലാസ് ഒക്കെ എന്റെ ദൈവം. അപ്പൊ 6 വർഷം ഇനിയിപ്പോ ഇതുപോലെ തന്നെ. കൃഷ്ണ ചേച്ചിന്റെ പല്ലേ ഇതൊക്കെ മൊത്തം കഴിഞ്ഞു. പോയോ? 7 വയസ്സാകുമ്പം വരെ പോയി. അപ്പൊ പിന്നെ ഇനിയിപ്പോ 14 നോക്കിയാൽ മതി. 14. എനിക്കൊരു കാര്യം പിടികിട്ടി. ഇവാൻകുട്ടൻ ഒരു പുതിയ ആളുമായിട്ട് കൂട്ടായി. പല്ല് പോയതുകൊണ്ടാ, പല്ല് വരാത്തോണ്ട്. അതെ ഇവാൻകുട്ടനും വാക്കുട്ടിയായിട്ട്. എനിക്ക് ഇവാൻകുട്ടനൊന്നും വേണ്ട. എനിക്ക് എന്റെ അച്ഛനും അമ്മനെയും ഏച്ചിനെയും. ഓ നിങ്ങൾ തമ്മിൽ പ്രശ്നത്തിലായോ? വഴക്കിട്ടോ? പിന്നല്ലാതെ. വഴക്കിട്ടില്ല, പക്ഷെ ഇപ്പൊ ജോക്കുട്ടൻ പറയുന്ന വേണ്ട എന്നെ മതിന്ന്. അല്ലല്ല അതുകൊണ്ടാണോ? അങ്ങനല്ല മീനുട്ടി, അതല്ല സംഭവം. വായി പല്ലില്ലാത്തവളെ എന്ന് വിളി. അതെ. ശരിയാണോ? ശരിയല്ല. കുറച്ചുനാള് വെയിറ്റ് ചെയ്തു പറഞ്ഞു, പല്ല് വരുന്ന വിചാരിച്ച്. പക്ഷെ പല്ല് വരുന്നില്ല. പക്ഷെ ഇന്നിവിടെ വന്ന് പറഞ്ഞെന്തോ അവളെ പോകാൻ പറ, വായിക്കാത്ത പല്ലില്ലാത്ത. അതുകൊണ്ട് വാക്കുട്ടി മതി. വാക്കുട്ടിക്ക് കൊറേ പല്ലുണ്ട്. അവൻ കള്ള ദിവസം പറയാ, കള്ളല്ലാത്ത ജീവിതേ ഇല്ല. വേറെ കാര്യമുണ്ട്, അവൻ അങ്ങനെ പറയരുത്. ഇവിടെ വന്ന് ഈ വേദിയിൽ നിന്നിട്ട് പല്ലില്ലാത്തൊരു കൊച്ച് മറ്റേ അങ്ങനെയാണ്. അവനെ ഒന്നും വേണ്ട, എനിക്ക് എന്റെ അമ്മേനെ അത് മതി മോളെ, അത് മതി മോളെ, നമുക്കത് മതി. അത് മതി, എന്നാ അങ്ങനെ മതി. ഇനി അങ്ങനെ പറയൂ. അതെ, എന്തായാലും അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോ നോക്കിക്കോ. ശ്രീകുട്ടനങ്ങള് പറഞ്ഞാണോ നോണ, ഈ വാങ്കുട്ടൻ പറഞ്ഞാണോ നോണ എന്ന് നോക്കിക്കോ. ശ്രീകുട്ടനങ്കിളോ? എം ജി അങ്കിൾ. ശ്രീകുട്ടാന്ന് ഞാൻ വിളിച്ചോളാം. ശ്രീകുട്ടനങ്കിള് എന്ന് ഓർമ്മപ്പെടുത്തി. അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? പാട്ട് വെളുത്ത പെണ്ണിന്റെ കറുത്ത കണ്ണില്. അത് എന്നാ തുടങ്ങാം. ഓൾ ദ ബെസ്റ്റ്. All the best. Thank you.
കുട്ടി വെളുത്ത പെണ്ണിന്റെ കറുത്ത കണ്ണിലെ പിടപിടക്കണ മീനോ തുടുതുടുപ്പുള്ള ചുവന്ന ചുണ്ടിലെ തുളുമ്പി നിൽക്കണ തേനോ തുളുമ്പി നിൽക്കണ തേനോ തുടുതുടുപ്പുള്ള ചുവന്ന തുളുമ്പി നിൽക്കണ തേനോ തുളുമ്പി നിൽക്കണ തേനോ. മക്കളെ എന്തോ കാലക്ക് കേട്ടാ സൂപ്പറായിരുന്നു. താങ്ക് യു. ഇതാരാ സെലക്ട് ചെയ്ത പാട്ട്? ആര് സെലക്ട് ചെയ്തു? ഇവാൻകുട്ടനാണോ? അല്ല 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 അവനൊക്കെ ആര് select ചെയ്യാനാ? അവനാര് സെലക്ട് ചെയ്യാൻ? അച്ഛൻ, അമ്മ. അത് ശരി, ഇത് ആലോചിക്കാൻ എത്ര സമയം? എന്തായാലും നല്ല സെലക്ഷൻ, അടിപൊളിയായിട്ട് പാടി. ലാസ്റ്റ് കുറച്ച് മറന്നുപോയി, സാരമില്ല കേട്ടോ, നല്ല രസമുണ്ട്. ഇത് ആരെ പറ്റെങ്കിലും ആലോചിച്ചപ്പോഴാണോ മറന്നുപോയത്? അല്ലല്ലോ. അല്ല, ശകലം എന്നോട് തുടുതുടുപ്പുള്ള അത് ഓർമ്മിച്ചോയി. അതങ്ങനെ ഓർമ്മിച്ചു. ആ കുട്ടി ഇവാൻ കുട്ടനെ നമ്മുടെ ഇജോ കുട്ടൻ ചോദിച്ചില്ലേ, ഇഷ്ടമാണോന്ന് ചോദിച്ചില്ലേ? എങ്ങനെയുണ്ട്? കേട്ടോ 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 അപ്പൊ അതെന്താ കേൾക്കാത്തെ? വാക്കുട്ടി പറഞ്ഞില്ലേ ഞാൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? വാക്കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? ആന്ന് സുന്ദരിയാന്നും പറഞ്ഞു. കണ്ട, ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ അങ്കിള് ഇപ്പം പറയുന്നത് ശരി. തെളിവ് എങ്ങനെയുണ്ട്? ഒരു ദിവസം പറഞ്ഞു ഹലോ, അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. കുറച്ചു മുമ്പ് എന്തോ പറഞ്ഞു? എന്നെയും ബാബയാമേനെയും വാക്കുട്ടീനെയും മതി എന്ന് വേണ്ട, പറഞ്ഞു. അങ്ങനെ കൂട്ടണ്ട. ഇപ്പൊ എന്ത് പറയുന്നു? നിന്നെ ഞാൻ കണ്ടോളാന്ന്. ഇപ്പൊ കണ്ട ഇപ്പം നോട്ടം കണ്ടിട്ട് അതെ. ഇനി വേറെ ഫ്രണ്ടിനെ നോക്കണോ നമ്മൾ? എനിക്ക് എന്റെ അച്ഛനെയും അമ്മനെയും മതി. വേണ്ട, അത് ഫ്രണ്ട് ശരി. വേണ്ട. ഫൈനൽ അതാ. ഒരു ഫ്രണ്ട് വേണ്ട. അതെ, ഇനിയൊരു മടുത്തുപോയി. ലച്ചുകുട്ടിക്ക് മടുത്തുപോയി. അതെ, ലച്ചുകുട്ടി മടുത്തുപോയോ? മടുത്തുപോയോ? മടുത്തു പോയി. അതെന്താ? എത്രത്തോളം അവനെ ഇഷ്ടപ്പെട്ടിട്ട് അവൻ ചതിച്ചു. അവ എന്നെ ചതിച്ചു കൊറേ. അത് ശരി. ഞാന് ഇഷ്ടന്നൊക്കെ പറഞ്ഞ. അത് ശരി. ഇപ്പൊ എല്ലാം ഉപേക്ഷിച്ച് അച്ഛനും അമ്മയും മാത്രം മതി എന്നായി ഇപ്പൊ. അപ്പൊ എല്ലാരും കണ്ടുപിടിച്ചോളൂ കേട്ടോ മിനുട്ടി, ഇത്രയൊക്കെ ഉള്ളൂ. മീനുട്ടിക്ക് ഒരു പാഠമാണ്. ലീനാങ്കിളും ഞാന് ഇതാക്കട്ടേനും ഫ്രണ്ട്സാ. ഇവക്കൊരു കണക്ഷൻ ഇല്ലല്ലോ. ഇങ്ങനെ കാര്യം വരുമ്പോ ഇങ്ങനെ ആവും. അതാ പ്രശ്നം. ലച്ചുകുട്ടി എന്തോ അപ്പൊ പാട്ട് നന്നായിരുന്നു കേട്ടോ. നന്നായിട്ട് പാടി. താങ്ക് യു. ഓ കൊള്ളായിരുന്നു, എല്ലാം നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. അവസാനത്തെ എന്താ പറ്റിയെന്നാ പറഞ്ഞ? മറന്നുപോയോ? അത് എന്നോട് തുടുതുടുപ്പുള്ള ഓർമ്മിച്ചു പോയി. തുടുതുടുപ്പുള്ളത് ഓർമ്മിച്ചു പോയതാണ് അല്ലേ? അവിടെ എന്തായിരുന്നു വേണ്ടത്? ഞാൻ ഒരു പ്രാവശ്യം വെളുത്ത പെണ്ണിന്റെ പാടിയില്ലേ, ഒന്നും കൂടെ വെളുത്ത പെണ്ണിന്റെ പാടണ്ടീനു, എന്നിട്ട് തുടുതുടുപ്പ് അങ്ങനെ പറഞ്ഞായിരുന്നു. ഓ അപ്പൊ അങ്ങനെ ഓർഡർ മാറിപ്പോയി. പാട്ട് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യെസ്. ലച്ചുകുട്ടി, എന്തോ എനിക്ക് ലച്ചുകുട്ടിയുടെ ഡ്രസ്സും ഡാൻസും ചിരിയും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. രണ്ടാമത്തെ പ്രാവശ്യം പൊൻകതിരിലോ നിൻപൂങ്കവിളിലോ തങ്കക്കിനാവിന്റെ വിളവെടുപ്പ് അല്ലേ, വളവെടുപ്പ്. അപ്പൊ അവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഇച്ചിരി പുറകോട്ട് വലിഞ്ഞു പോയോ എന്നൊരു സംശയം ഉണ്ടായോ? ചെറുതായിട്ട് അല്ലേ? കുഴപ്പമില്ല. അപ്പൊ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല കുറെ സ്റ്റെപ്പുകള്, നല്ല ക്യൂട്ട് സ്റ്റെപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റെപ്പിലോട്ട് പോയോന്നൊരു സംശയം. ശ്രദ്ധ പോയില്ല, പക്ഷേ ഞാന് ചിരിച്ചോണ്ട് പാടി. പക്ഷെ തുടുതുടുപ്പുള്ള എന്തോ എന്റെ മനസ്സിലായി. ആ തുടുതുടുപ്പ് ഇങ്ങനെ കൊറേ കിടക്കുന്നുണ്ടല്ലേ? ഇടയ്ക്കിടയ്ക്ക് തുടുതുടുപ്പിന്റെ. ആരാ ചിരിച്ചു പാടാൻ പറഞ്ഞത്? ചിരിച്ചു പാടാനോ? എന്റെ അമ്മ. ആണല്ലേ? വെറുതെ അല്ലേ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണേ? ഇപ്പൊ എല്ലാ അമ്മയച്ഛനുമാണ്. അപ്പോ ലച്ചുകുട്ടിക്ക് ഒരു ഉമ്മ പാട്ടിന് കേട്ടാ. പാട്ടിനും ഡാൻസിനും ഡ്രസ്സിനും എല്ലാം കൂടിയിട്ട് കേട്ടാ. ഉമ്മ. താങ്ക് യു മോളെ. സാരമില്ല കേട്ടോ. നോക്കി എന്താ പ്രശ്നം? ഒരു തീ വരുന്നുണ്ട്. മനസ്സിലായില്ല. ഞാനും വാക്കുട്ടി ഫ്രണ്ട്സാ. അതാണോ? ആരാ ആലോചിച്ചൊരു തീരുമാനത്തിലെത്തി. ഇപ്പൊ വാക്കുട്ടി ഒരു കാര്യം പറയും കേട്ടോ. എന്റെ വാങ്കുട്ട. അയ്യോ, ഇപ്പോഴോ? അച്ഛനും അമ്മേനെയും മതി. അങ്ങനെ പറയുമ്പോ വേഗം അച്ഛനും അമ്മയും മതി എന്ന് പറയും. ഓ, ഇതൊരു വല്ലാത്ത അടിയായിപ്പോയി. എനിക്കാണെങ്കിൽ എന്തുമാത്രം വിഷമമുണ്ടെന്നറിയാം. ഞാൻ ലച്ചുകുട്ടിയുടെ സൈഡിലാണ്. നമ്മളെല്ലാരും ലച്ചുകുട്ടിയുടെ സൈഡിലാണ്. എന്നാലും അവൻ ഇങ്ങനെ ചെയ്യാവോ? പോട്ടല്ലേ?
ഓക്കെ സോ ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ ലച്ചുകുട്ടി പൂക്കുറ്റി. ഓക്കെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ. ബൈ. നാദനിറവിന്റെ മനോഹര വേദിയിലേക്ക് കണ്ണൂരിന്റെ കൊച്ചുമിടുക്കി വൈഗ കുട്ടി എത്തുന്നു. വെൽക്കം വൈഗ കുട്ടി. ഈ വൈകിയ വേളയിൽ വൈകക്കുട്ടി നടന്ന് നമ്മുടെ വേദിയിലേക്ക് അടുക്കുകയാണ്. അതാ എത്തിക്കഴിഞ്ഞു. എത്തിക്കഴിഞ്ഞു വൈകക്കുട്ടി. എന്തോ സാർ? നല്ല ഉടുപ്പാണല്ലോ. താങ്ക് യു സാർ. വൈകക്കുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? സിരിത്തുകൊണ്ടേയിരിക്കും. സിരിത്തുകൊണ്ടേ ഇരിക്കുന്ന പെൺകൊടി. സഹിക്കാൻ പറ്റുന്നില്ല. ഓക്കെ. എന്നെ சொன்னாலும் സിരിത്തുകൊണ്ടേയിരിക്കും. അതെ. നമ്മ സണ്ട പോട്ടാലും சிரிச்சுக்கிட்டே இருக்காங்க. என்ன அதுக்கு என்ன காரணம் சொல்லுங்க. ഇന്ന് മറന്നിട്ടും എന്തിനോ. കാരണം മറന്നിട്ടും എന്തിനോ. കറക്റ്റ്. തമിഴ് നന്നായിട്ട് മനസ്സിലാവുന്നു. ഫ്ലുവന്റ് ആയിട്ട് അറിയാതെ. നമുക്ക് പാടിയാലോ? ആ പാടാം. ഓക്കെ ഓക്കെ റെഡി. ഓക്കെ റെഡി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. All the best. താങ്ക് യു. മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. പൊഴിഞ്ഞിട്ടും എന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം.
എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ മാറോടണച്ചു ചേർത്തു. വേറൊന്നുമില്ല, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. കാരണം ഈ പ്രായത്തിലുള്ള ഈ എക്സ്പ്രഷൻ, ദ ഫീൽ, അതിൻ്റെ കണക്കിന് അളവിനുള്ള എല്ലാ കാര്യങ്ങളും ചേരുവകളെല്ലാം കൂടെ ചേർത്ത് പാടുമ്പം ഈ മുത്തിനെ വന്ന് ആശ്ലേഷിക്കാതെ ഇരുന്നാൽ മോശമായി, തീർച്ചയായിട്ടും അത് തെറ്റാണ്. ഞങ്ങളും കൂടെ അവിടെ ഉണ്ട് കേട്ടാ. അതെ, ഞങ്ങളും ആശ്ലേഷിച്ചൊന്ന് വിചാരിച്ചോ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ട്രീറ്റ്. അതെ, ശരിക്കും താങ്ക് യു സർ. നമുക്ക് കണ്ണ് നിറഞ്ഞു അവസാനം ആ ഫീൽ കൊടുക്കണേ. നമ്മൾ ആദ്യം തുടങ്ങിയപ്പം ഒരു നോട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അതെ അതെ, അതായത് തരി ടരി ടര 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 ട. അവിടെ പുലർമഞ്ഞ കാലത്തെ. ഒരു ശക്കലം അത് പോട്ടെ, അതൊന്നും ഒരു സംഭവമേ അല്ല. പക്ഷെ ഇത് എന്താ പറയുന്നത്, ഈ ഓരോ ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ്, ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് എനിക്ക് തോന്നുന്നു ഡിഡ് ഷി വെൻ മോർ ദാൻ ദ റെക്കോർഡ്. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ റെക്കോർഡിൽ പാടിയിരിക്കുന്നതിനെക്കാട്ടിൽ എന്തോ ഒരു മാസ്മരിക ഒരുമായിട്ടുള്ള ഒരു ഫീല് എന്റെ മനസ്സിൽ തട്ടിയിട്ടു. കാരണം ഞാനും അതും കൂടെ അവിടെ ഇരുന്നപ്പോ ഓരോ സംഗതികൾ പാടുമ്പോഴും അതൊരു മെസ്മറൈസിങ്, പറയാൻ പറ്റത്തില്ല, അത് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. അത്രത്തോളം. ഒരുപക്ഷെ വിദ്യാസാഗർ ഇത് കേട്ട് കഴിഞ്ഞാൽ മോളെ വിളിച്ചോണ്ട് അങ്ങ് പോവും മദ്രാസ്, ഗോ ടു സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഓ താങ്ക് യു, ഞാൻ അങ്ങോട്ട് പറയുന്നു. അതാണ് എനിക്ക് താങ്ക് യു സോ മച്ച്. ശരിക്കും മോള് പാടുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഇത്രയും മനസ്സെന്നറിയുമ്പോൾ, ഞങ്ങളുടെയൊക്കെ ഇത്രയും മനസ്സെന്നറിയുമ്പോഴത്തേക്ക് ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് എത്രത്തോളം അവരുടെ മനസ്സിന് അത് ആഴത്തിലിറങ്ങും. സംഗീത പ്രേമികൾക്കും അല്ലാത്തവർക്കും എത്രത്തോളം ആഴത്തിൽ മോളുടെ ആലാപനത്തിൻ്റെ ഒരു വൈഭവവും ശക്തിയും എത്ര അവരുടെ മനസ്സിൽ എങ്ങനെ പതിയും എന്നുള്ളത് എനിക്ക് നിർവചിക്കാൻ പറ്റില്ല. ബട്ട് ഇറ്റ് വാസ് ടു മച്ച്. വൈകക്കുട്ടി, എന്തോ സാർ, ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. എങ്ങനെയൊക്കെ പാടണത്? എന്തിനെന്നറിയില്ല ഞാൻ എന്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കണ്ണൊക്കെ അറിയാതെ നിറഞ്ഞുപോയി. അത്രയ്ക്ക് ഫീലായിരുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഭാവിയിലെ വളരെ തിരക്കേറിയ ഒരു സിംഗർ ആയിരിക്കും കേട്ടോ. ഇതുപോലെ തന്നെ പരിശ്രമിച്ച് മുമ്പോട്ട് പോയാൽ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ ഉറപ്പായിട്ടും ഒരു തിരക്കേറിയ ഗായികയെ മാറും. വൈകുമോളെ, വൈകുമോൾക്ക് അസാധ്യമായിട്ടുള്ള ബ്രത്ത് കൺട്രോൾ ഉണ്ട്, പറയാതിരിക്കാൻ വയ്യ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മ്യൂസിക്കൽ ഫ്രേസ് അത് പാടി അറ്റം വരെ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ എല്ലാ സംഗതികളോടും ഇമോഷൻസിനോട് കൂടി കൊണ്ടെത്തിക്കണമെങ്കിൽ നല്ല ബ്രത്ത് കൺട്രോൾ വേണം. അപ്പോൾ അത് നല്ലതായിട്ടുണ്ട്. വെരി ഗുഡ്. അത് നമ്മുടെ ഒരു സ്ട്രെങ്ത് ആണത് കേട്ടോ. പിന്നെ അതുപോലെ കവളോടുരുമി കിതച്ചിരുന്നു, മിഴികളിൽ നനവാർന്ന ആ ഭാഗമൊക്കെ എന്ത് ഫീലായിരുന്നു. ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഒരു കുഞ്ഞുകുട്ടി, പക്ഷേ അതിൽ വരുന്ന ഇമോഷനും ആ ഒരു ഡൈനമിക്സ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ആളുടെ മെച്യൂരിറ്റി, ഭയങ്കര മെച്യൂരിറ്റി. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കായിരുന്നു, സുജാതേച്ചി ഇതുപോലെ ഇത്രയും പ്രായത്തിൽ കുഞ്ഞൊരു കുട്ടിയായിട്ട് നിന്ന് പാടുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും. ഞാൻ എൻ്റെ മനസ്സിലോർത്തൊരു കാര്യം, കീപ് ഇറ്റ് അപ്പ്. ഇതൊരിക്കലും നഷ്ടപ്പെടരുത്. ഇനി എൻ്റെ അടുത്ത ലെവലിലേക്ക് കയറി പോകണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു. വൈകക്കുട്ടി, ഇതിന് മാർക്കില്ല ശരിക്കും, മാർക്ക്ലെസ് ആണ്. ഇതിന് ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളുടെ സ്നേഹമാണ്. എന്നാലും നമുക്ക് തന്നല്ലേ പറ്റൂ. 100 out of 100. ആടി ഒരു വൈകക്കുട്ടി. മനോഹരമായിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.